ഇല്ലെങ്കിൽ നിന്റെ ഈ ധിക്കാരം ഞാൻ ബിബിനോട് പറഞ്ഞു കൊടുക്കും. ഓഹോ, ബിബിൻ സാറും ഞാനും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് നിന്റെ ഉദ്ദേശം അല്ലേ? ഏതായാലും ബിബിൻ സാർ എന്നോട് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണ്ട. ഡി പറഞ്ഞ നീ അനുസരിക്കുന്നുണ്ടോ? ആ, അപ്പൊ നിനക്ക് അനുസരിക്കാനും അറിയാം. ഇവളെന്നെ മനഃപൂർവ്വം നാണം കെടുത്താനായി ഇറങ്ങിയിരിക്കാം. വിപിൻ സാറിനെ ഒന്ന് കയ്യിലെടുത്തോട്ടെ, എന്നിട്ട് ഇവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് ലക്ഷ്മീപുരത്തേക്കൊന്ന് പോകണമെന്നുണ്ട് സാർ. അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന നാടല്ലേ അത്. ആ നാട്ടിൽ ചെന്ന് അവിടെ അമ്മ വളർന്നതും ജീവിച്ചതൊക്കെ അറിയാനൊരു കൗതുകം. ചേച്ചി, നീ എത്തിയോ? എന്തായി പ്രതാപ, കാര്യം സക്സസ് ആയില്ലേ? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? ശേഖരമേനോൻ നടന്നില്ലേ ചേച്ചി? ഏ നടന്നില്ലേ? പിന്നെ നിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അയാൾ അവിടെ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. എടാ, അയാള് ഹോസ്പിറ്റലിൽ ഇല്ലേ? കോമയിലായിരുന്ന അയാള് അവിടുന്ന് എവിടെ പോകാനാ? എനിക്കറിയാം അയ്യ. ദേ പ്രതാപ, നീ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് കള്ളം പറയുന്നൊന്നുമല്ലല്ലോ. ചേച്ചി എന്തിനാ എന്നെ സംശയിക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യം ചേച്ചി. ശേഖരമേനോൻ ഹോസ്പിറ്റലിൽ ഇല്ല. ചേച്ചിക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം ആയില്ലെങ്കിൽ ചേച്ചി ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിക്കുക. എടാ, അയാള് പിന്നെ എങ്ങോട്ട് പോയി? അയാൾക്ക് എന്ത് സംഭവിച്ചു? ഞാൻ അന്വേഷിച്ചപ്പോ ആരോ അയാളെ കൂട്ടിക്കൊണ്ടുപോയെന്നാ അറിഞ്ഞത്. എടാ, അയാളെ ആരാടാ കൂട്ടിക്കൊണ്ടുപോകാനുള്ളത്? എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോയത്? എനിക്കറിയില്ല ചേച്ചി അതൊന്നും. ശേഖരനെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയത് പാർവതി തന്നെ ആയിരിക്കണം. അല്ലാതെ മറ്റാരും സഹായിക്കാനില്ല അയാൾക്ക്. ശേഖരമേനോൻ എന്റെ മുൻ ഭർത്താവാണെന്ന് പാർവതി അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോ അയാളെ ആശുപത്രിയിൽ നിന്ന് കാണാനുമില്ല. പെട്ടെന്ന് ഒരു വെളിപാടുണ്ടായതുപോലെ പാർവതി ഗായത്രിയുടെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അപ്പോ ശേഖരമേനോൻ പാർവതിയുടെ കസ്റ്റഡിയിൽ തന്നെ ആവണം. അവൾ ശേഖരമേനോന്റെ വാക്കുകൾക്കനുസരിച്ച്, അയാൾ കൊടുത്ത വിവരങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയോ അണിയറ പ്രവർത്തനങ്ങൾ എനിക്കെതിരെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാവണം അവൾ ലക്ഷ്മീപുരത്തേക്ക് പോകുന്നത്. അവിടെ നിന്നും എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താനാവും അവളുടെ ശ്രമം. ചേച്ചി, ചേച്ചി എന്താ ആലോചിക്കുന്നത്? നമ്മളിനി എന്താ ചെയ്യാ? പറയാം. വിശാൽ സർ, അപ്പോ
ലക്ഷ്മിപുരത്തേക്ക് പോവാന്ന് പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ലല്ലോ? ഏയ്, നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോയിരിക്കും. പോണം സർ. അവിടെ പോയേണ്ടത് അത്യാവശ്യമാണ്. അത്യാവശ്യം? അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന തറവാടും ലക്ഷ്മിപുരം ദേശമൊക്കെ എനിക്ക് കാണുന്നുണ്ടെങ്കിലും അതിനേക്കാളും ഗൗരവമേറിയ ഒരു കാര്യത്തിന് വേണ്ടിയാ നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞത്. താൻ കാര്യം എന്താണെന്ന് പറ. ശേഖരം മുത്തശ്ശൻ ആ മാജിക് ബോക്സ് എന്നെ ഏൽപ്പിക്കുമ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ദേവമ്മയുടെ നാടായ ലക്ഷ്മിപുരത്ത് പോയി അന്വേഷിച്ച മാജിക് ബോക്സ് തുറന്ന് അതിനുള്ളിലെ തെളിവുകൾ അറിയാനുള്ള വഴി തെളിയുന്നു. എന്ത് തെളിവുകൾ? ശേഖരമേനോൻ എന്താ ഉദ്ദേശിച്ചത്? ഈ സംശയം എനിക്കും ഉണ്ടായിരുന്നു. അതിനൊരു വ്യക്തത വരുത്തും മുമ്പാ അദ്ദേഹത്തിന്റെ ബോധം അറിഞ്ഞതും കോമയിലായതും. ഇനി എങ്ങനെ അതറിയൂന്ന് ചിന്തിച്ചപ്പോഴാ എനിക്ക് ദേവമ്മയുടെ വിരലടയാളത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അമ്മയുടെ വിരലടയാളം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാനും അതിനുള്ളിലെ തെളിവുകൾ അറിയാനും സാധിക്കുള്ളൂ. അപ്പോ ശേഖരൻ മുത്തശ്ശൻ ഉദ്ദേശിച്ചത് ലക്ഷ്മിപുരത്ത് നിന്ന് ദേവമ്മയുടെ വിരലടയാളം കിട്ടും എന്ന് തന്നെയാവും. ശരിയാ നീ പറഞ്ഞത്. അത് തന്നെയായിരിക്കും ശേഖരമേനോൻ ഉദ്ദേശിച്ചത്. ഏതായാലും ലക്ഷ്മിപുരത്ത് എന്ന് നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം. അല്ല, അമ്മ ഇവിടെ നിൽക്കുമായിരുന്നോ? അല്ല, നിങ്ങള് ലക്ഷ്മിപുരത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന കേട്ടു. അതെ, ഞാനും പാർവതിയും കൂടി അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിശാൽ, എന്നാ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. നിങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് പോയാ ഈ വീട് ഉറങ്ങിയതുപോലെ ആവും. എനിക്കത് വലിയ മടുപ്പും ബോറടിയും ആവും. നിങ്ങളോടൊപ്പം ഞാനും വന്നാ അത് മാറിക്കിട്ടുമല്ലോ. പിന്നെ ആ നാടും നാട്ടുകാരെയൊക്കെ കാണുകയും ചെയ്യാലോ. അതൊക്കെ ഒരു സന്തോഷമല്ലേ? അതിനെന്താ, അമ്മയും ഞങ്ങളോടൊപ്പം പോന്നോളൂ. പാർവതി, നിങ്ങൾ രണ്ടുപേരും കൂടെ ലക്ഷ്മിപുരത്ത് ചെന്ന് ഗായത്രിയുടെ വിരലടയാളം തിരഞ്ഞോളൂ. പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. അത് ഞാൻ നശിപ്പിക്കും. ശേഖരനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയത് ആരായിരിക്കും? പാർവതിയായിരിക്കോ? അവക്കതിന് സാധിക്കോ? അത് കണ്ടുപിടിക്കണം. എന്നെ പൊക്കാൻ വന്നതായിരിക്കും. ഇപ്പൊ എങ്ങനെ മൂന്ന്? ഹലോ, പ്രതാപ് സാർ. സാറായിരുന്നോ? അതെ, ഞാന്.
സാറിനെന്താ ഒരു വല്ലായ്മ? സുഖമില്ലേ? ആ സുഖമില്ല, ഉള്ളില് പനിയുള്ളതുപോലെ. ആ അത് ചിലപ്പം ഈ ക്ലൈമറ്റിന്റെ മാറ്റം കൊണ്ടായിരിക്കും. ആ ആയിരിക്കും. വിശാലില്ലേ ഇവിടെ? ആ അവനകത്തുണ്ട്, വിളിക്കാം. ഉം. സാർ വാ. വിശാലേ, വിശാൽ ഇരിക്ക്. സാർ ഇരിക്കും സാർ. ആ അവനിപ്പോ വരും സാർ. അവൻ വരട്ടെ, എന്നിട്ടിരിക്കാം. എടാ പ്രതാപ, എന്തിനാ വന്നേ? മേഡം ഇവിടെ ഉണ്ടായിരുന്നു. എന്താ സാർ? വിശാൽ വരട്ടെ, പറയാം. വിശാല ഒന്നല്ലോ. സാറിന് നിന്നെ കാണണമെന്ന്. എന്താ സർ, എന്താ കാര്യം? പാർക്കിൽ നടന്ന വെടിവയ്പ്പിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയൽപക്കത്തെ ചില CCTV ഫുട്ടേജുകൾ ഞങ്ങൾ പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും ശേഖരമേനോനെ വെടിവെച്ചത് നിങ്ങളല്ല എന്നും മാസ്ക് ധരിച്ചൊരു അജ്ഞാതനാണ് അകലെ നിന്നും അയാളെ വെടിവെച്ചതെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ നിരപരാധിയാണ് വിശാൽ. ഈ കേസിൽ ഒരു തരത്തിലും ഇൻവോൾവ്ഡ് ആവാത്ത നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇതെല്ലാം ആ SIയുടെ കരുതിക്കുട്ടിയുള്ള പണിയായിരുന്നു. അയാൾ ആരിൽ നിന്നോ പണം വാങ്ങിയിട്ട് നിങ്ങളെ കേസിൽ കുരുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതും അന്വേഷണത്തിൽ തെളിഞ്ഞു. എനിക്കത് തോന്നിയിരുന്നു. ഞാൻ അയാൾക്കെതിരെ പരാതിപ്പെടാനിരിക്കുകയായിരുന്നു. അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ് അയാൾ വിശാലിനെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതെന്ന് വകുപ്പ് തലത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അത് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് മേനോന് വെടിയേറ്റു. അതിൽ നിന്നെല്ലാം വ്യക്തമാണ്. എൻ്റെ അമ്മയുടെ കൊലപാതകത്തെക്കുറിച്ച് ശേഖരമേനോൻ എന്നോടൊന്നും മിണ്ടരുത്. ശേഖരമേനോനിൽ നിന്നും ഒന്നും ഞാൻ അറിയരുത്. അതുകൊണ്ടാണ് ശേഖരമേനോനെ കൊല്ലാൻ ശ്രമിച്ചത്. ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണല്ലോ വിശാൽ. ശേഖരമേനോനെ വെടിവെച്ച ആളിനെ ഉടനെ കണ്ടെത്തണം സർ. തീർച്ചയായും.
ഞങ്ങൾ അതിൻ്റെ അന്വേഷണത്തിലാണ്. ഉടനെ തന്നെ വിത്തിൻ ഡേയ്സ് അയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാകും. നിങ്ങൾ അയാളെ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ അയാളെ കണ്ടെത്തും. അതിനുവേണ്ടി ഞാനങ്ങ് ഇറങ്ങും. അതിൻ്റെ ആവശ്യം വരില്ല വിശാൽ. ഞാൻ പറഞ്ഞില്ലേ, അവനെ പൊക്കാനുള്ള എല്ലാ വലകളും ഞങ്ങൾ വിരിച്ചു കഴിഞ്ഞു. അവൻ കൊടുക്കും. അവനെ ഞങ്ങൾ കൊടുക്കും. എന്നാ കാണാം നമുക്ക്. ഓക്കെ സർ. ചേച്ചി, പോയി, എല്ലാം പോയി. എന്റെ 10 ലക്ഷവും പോയി. വിശാൽ രക്ഷപ്പെടുകയും ചെയ്തു. വിശാൽ അകത്ത് പോയിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ കഴിയായിരുന്നു. ഇപ്പൊ ആ സമാധാനം നഷ്ടപ്പെട്ടു. പോലീസ് എന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്ന പേടിയില്ല ഞാൻ. ദേ, ഇതെല്ലാം നീ ഒറ്റ ഒരുത്തനായിട്ടുണ്ടാക്കിയതാ. നിന്റെ അബദ്ധം കാരണം ഇതെല്ലാം ഉണ്ടായത്. ഞാൻ എന്ത് അബദ്ധം കാണിച്ചു എന്നാ ചേച്ചി പറയുന്നേ? ചേച്ചി ശേഖരനെ വെടിവെക്കാൻ പറഞ്ഞു, ഞാൻ വെടിവെച്ചു കൃത്യമായിട്ട്. ആ SIക്ക് 10 ലക്ഷം കൊടുത്തത് ബാക്കി ഏർപ്പാടുകൾ ചെയ്ത ചേച്ചിയല്ലേ? ഓ, ആ, ഒരു കാര്യം ചെയ്യാം. പറഞ്ഞ വാക്ക് പാലിക്കാത്ത സ്ഥിതിക്ക് ആ SIയുടെ 10 ലക്ഷം തിരികെ വാങ്ങിയാലും. പിന്നെ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങാത്ത ധർമ്മിഷ്ഠനാണല്ലോ അയാള്. ചെന്ന് ചോദിച്ചാ മതി. ഉടനെ അയാള് പണം എടുത്ത് തിരികെ തരാൻ പോവല്ലേ. 10 ലക്ഷം വെള്ളത്തിലായി. അത്ര തന്നെ ഇപ്പൊ. അയാൾക്കൊരു കൊട്ടേഷൻ കൊടുത്താലോ? ഓ, എടാ, അതിനി പണം വേറെ കളയണ്ടേ? തൽക്കാലം പോയത് പോയെന്ന് കരുതാം. ചേച്ചി, അല്ലാതെ പിന്നെ നീ ശേഖരനെ വെടിവെച്ച് കൊല്ലണമായിരുന്നു. ഞാൻ കൃത്യമായിട്ട് തന്നെ വെടിവെച്ചാണല്ലോ. അയാൾ ചാകത്തിന് ഞാൻ എന്ത് ചെയ്യാനാ? ശേഖരമേനോൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ആശുപത്രിയിൽ നിന്നും ആരോ അയാളെ പൊക്കിയെടുത്തോണ്ട് പോയി. വിശാല് നിരപരാധിയാണെന്നും തെളിഞ്ഞു. ഇനി പാർവതിയും വിശാലും കൂടി ലക്ഷ്മീപുരത്ത് പോയി ഗായത്രിയുടെ വിരലടയാളം കൂടി കണ്ടെത്തിയാൽ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാത്ത വിധം പെടുകയും ചെയ്യും. ചേച്ചി, ചേച്ചി വെറുതെ വെപ്രാളപ്പെടാതിരിക്കെ. 10-20 കൊല്ലം മുമ്പുള്ള ഗായത്രി ദേവിയുടെ വിരലടയാളം ഇപ്പോഴും കൃത്യമായി ഇരിക്കുന്നാണോ ചേച്ചി കരുതുന്നേ? ഒരിക്കലും ഇല്ലേ ചേച്ചി. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഈ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്ക്. പ്രതാപ, നമ്മൾ എന്ത് നടക്കില്ലാന്ന് കരുതുന്നുവോ അത് നടക്കൂടാ. പാർവതി പഠിപ്പും വിവരവും ഇല്ലാത്ത കുഗ്രാമത്തിലെ പെണ്ണാണ്. അവളും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ എന്തായി? അവരുടെ വിവാഹം നടന്നു. ശേഖരമേനോൻ തിരികെ വന്ന് എനിക്കെതിരെ വെല്ലുവിളി നടത്തില്ല എന്ന് ഞാൻ കരുതി. എന്നിട്ടോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വിധം അയാൾ എന്നെ കൊല്ലാനും ശ്രമിച്ചു. അതുകൊണ്ട് അവരുടെ ലക്ഷ്മീപുരത്തേക്കുള്ള യാത്രയെയും അന്വേഷണത്തെയും നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പ്രതാപ. അവര് ലക്ഷ്മീപുരത്തേക്ക് പോകുമ്പോ ഞാനും ലക്ഷ്മീപുരത്തേക്ക് പോവും. പാർവതിയുടെയും വിശാലിന്റെയും കൈകളിൽ ഗായത്രിയുടെ വിരലടയാളം കിട്ടാൻ പാടില്ല. അവരുടെ ഈ ശ്രമം ഞാൻ ഏത് വിധേനയും തടഞ്ഞിരിക്കും പ്രതാപ.
അച്ഛാ, എന്താ മോളെ? എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാലും മോള് പറഞ്ഞോളൂ. ശേഖരമുത്തശ്ശനെ കുറിച്ചാ എനിക്ക് പറയാനുള്ളത്. മോള് പറഞ്ഞോളൂ. അച്ഛാ, ഇത് ശേഖരമുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ച ബോക്സാ. ദൈവമേ കൊന്നത് ആരാണ് എന്നതിനുള്ള തെളിവ് ഇതിനുള്ളിലുണ്ടെന്നാ അദ്ദേഹം എന്നോട് പറഞ്ഞതും. ഇതില് എന്തോ നിഗൂഢമായ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിനക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? കാരണമുണ്ട്.